ബന്ധപ്പെട്ട അടുപ്പമുള്ളവർ പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും മമ്മൂക്കയ്ക്ക് സംഭവിച്ചിട്ടില്ല. മമ്മൂക്കയുടെ ഇപ്പോൾ അവസ്ഥ വെച്ചാൽ കുറച്ച് വിശ്രമം വേണം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വളരെ വിഷമത്തോടു കൂടി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു ന്യൂസായിരുന്നു നമ്മുടെ മമ്മൂക്കയ്ക്ക് അതിഗുരുതരമായിട്ടുള്ള അസുഖം ബാധിച്ചു എന്നുള്ളത്. അദ്ദേഹം ചെന്നൈയിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. അതിനുശേഷം വിദഗ്ധ ട്രീറ്റ്മെൻറ്റിനായിട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോവാണെന്നും അതുപോലെ തന്നെ ദുൽഖറും മമ്മൂക്കയും ഷൂട്ടിങ്ങൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള പല റൂമേഴ്സാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ റൂമേഴ്സ് എവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ന്യൂസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷാജൻ സ്കറിയ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഈ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മറുനാടൻ മലയാളിയിൽ വന്ന ന്യൂസ് ആയതുകൊണ്ട് ഇദ്ദേഹത്തെ കുറച്ച് നാളായിട്ട് ഈ ഒരു ചാനലിനെ കുറിച്ചൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ എത്രമാത്രം ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാനും വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. സോ ഇദ്ദേഹത്തിന്റെ ചാനലിൽ അദ്ദേഹം എന്ത് കൊള്ളരുതായ്മ ചെയ്തിട്ടാണെങ്കിലും മാക്സിമം വ്യൂസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കറിയായിരുന്നു ഇതിൽ അത്രമാത്രം സത്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. ഷാജൻ സ്കറിയയ്ക്ക് എവിടെ നിന്നാണ് ഈ ന്യൂസ് കിട്ടിയിരിക്കുന്നത്? ഏതോ ഒരു വരന്റെ ട്വീറ്റ് കണ്ടിട്ടാണ് ഈ ഒരു ന്യൂസ് അദ്ദേഹം പടച്ചുവിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെതായ പേഴ്സണൽ ഗവേഷണം കൂടി നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ന്യൂസ് പടച്ചുവിട്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ അദ്ദേഹം പറയുന്നത്. സോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പ് ആരാണ് ഈ വരുൺ എന്ന് അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ വരുണും മമ്മൂക്കയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയായിട്ട് വേണ്ട, മമ്മൂക്ക റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലുമായിട്ട് ഈ വരുണിന് ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണോ ഇദ്ദേഹം ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്? ഇനി മമ്മൂക്കയ്ക്ക് ഇത്തരമൊരു അസുഖം ഉണ്ടെന്ന് തന്നെ വെച്ചോ, ഇയാൾ ആരാണ് ഇങ്ങനെ ഒരു ന്യൂസ് പുറത്തുവിടാനായിട്ട്? മമ്മൂക്ക ഇയാളുടെ അടുത്ത് പറഞ്ഞോ, ഷാജ എനിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, നിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് പബ്ലിക്കിനെ ഈ കാര്യം അറിയിക്കുമെന്ന് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടോ? ഒരാളെക്കുറിച്ച് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ന്യൂസ് പുറത്തുവിടുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും എടുത്ത് കൺഫേം ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ എടുത്തിട്ടാണോ ഇങ്ങനെ ഒരു ന്യൂസ് ഇദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത്? ഇയാൾ ആരാണ്? മമ്മൂക്കയുടെ PO അല്ലെങ്കിൽ മമ്മൂക്കയുടെ പേഴ്സണൽ ഡോക്ടറാണോ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തുവിടാനായിട്ട്? അല്പമെങ്കിലും മാന്യത ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂസ് ഇദ്ദേഹം പുറത്തുവിടുമായിരുന്നു. ഇയാൾ ഭയങ്കരമായി ഗവേഷിച്ചു, മമ്മൂക്കയുമായി അടുത്ത് നിൽക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ന്യൂസ് പുറത്തുവിട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മമ്മൂക്കയെ പോലുള്ള ഒരാൾ അല്ലെങ്കിൽ അദ്ദേഹമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ ഇതുപോലൊരു യൂട്യൂബ് ചാനലിലൂടെ ഈ ഒരു ന്യൂസ് പുറത്തുവിടുമെന്ന്? ഇപ്പോൾ കുറേ ന്യൂസുകൾ വരുന്നുണ്ട്, മമ്മൂക്ക അസുഖം ഉണ്ടെന്നും ഇല്ലെന്നും, ഇത് ഫേക്ക് ന്യൂസ് ആണ്, അങ്ങനെ പല രീതിയിലുള്ള മമ്മൂക്ക റിലേറ്റഡ് ഈ അസുഖം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. സോ അത് ഫേക്ക് ആണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു ന്യൂസ് പുറത്തുവിടാനുള്ള യാതൊരു റൈറ്റും ഈ ഷാജൻ സ്കറിയയ്ക്കില്ല. ഇപ്പൊ നോമ്പ് കാലമാണ്, അദ്ദേഹം പഴയതുപോലെ ഏങ്ങൊന്നുമല്ല, അദ്ദേഹത്തിന് 10-75 വയസ്സുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കാണാൻ അത്ര തോന്നുന്നില്ല എങ്കിലും അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള അസുഖങ്ങളും വരില്ല എന്നില്ല. അദ്ദേഹം ഇന്നലെ മുതൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു, എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ വന്നു എന്നുള്ളത്. സോ അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, പ്രായമായി വരുന്ന സമയത്ത് എല്ലാവർക്കും ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാം. മമ്മൂക്കയ്ക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. പിന്നെ മമ്മൂക്കയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു അസുഖവും ഇല്ലാന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ PR എന്ന് പറയുന്ന ആൾക്കാർ വന്നിപ്പോൾ അവകാശപ്പെടുന്നത്. സോ ഡൽഹിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷൂട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സോ അവിടുത്തെ പൊല്യൂഷൻ എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു പൊല്യൂഷൻ കാരണം അദ്ദേഹത്തിന് കുറച്ച് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂ ഇല്ല. അദ്ദേഹം ചെന്നൈയിൽ ഹാപ്പി ആയിട്ട് റെസ്റ്റ് എടുക്കുകയാണെന്നുള്ളതാണ് PR-കൾ അവകാശപ്പെടുന്നത്. അത് മാത്രമല്ല, ഇപ്പം നോമ്പുകാലാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം നോമ്പുകാലത്ത് ഷൂട്ടൊന്നും ചെയ്യാതെ അദ്ദേഹം റെസ്റ്റ് എടുക്കാറുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ഈ ഒരു ന്യൂസ് വന്നിട്ട് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷനും നമുക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ള രീതിയിൽ വന്നിട്ടില്ല. ഇനി നമുക്ക് മറുനാടന്റെ ആ ഒരു ഗവേഷണ ന്യൂസിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടു നോക്കാം. 73-ാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല. നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡ്രോ ജോസഫ് നിർമ്മിക്കുന്ന 100 കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടുനിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. അങ്ങനെ മമ്മൂട്ടിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു, മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു, അവധിയെടുത്തിരിക്കുന്നു. മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് 1 മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി. അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാവുന്നത്, വരുൺ ആർ എന്ന് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനൊരു ട്വീറ്റ് ചെയ്തു. ഷൂട്ടിംഗ് പോസ്റ്റ്പോൺഡ് ആസ് മമ്മൂട്ടി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ,
He is diagnosed with a serious illness. Dulquer also has taken a break from the schedule of I'm Game, praying for a fast recovery of Mammootty. വരുണിന്റെ ഈ ട്വീറ്റ് പൊടുന്നതിനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. നിരവധി ആളുകൾ സംശയങ്ങൾ, വാട്ട് ഈസ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർദിത്ത് മമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ എനി ലെജിറ്റിമേറ്റ് സ്കോപ്പ്. അപ്പോൾ വരുൺ മറുപടി ഇട്ടിരിക്കുന്നു, കോളൻ ക്യാൻസർ, പ്ലാനിംഗ് ടു ഗോ ടു US ഫോർ ട്രീറ്റ്മെന്റ്. ഇതാണ് മറുനാടൻ ഗവേഷണം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ന്യൂസ്. മമ്മൂക്കയ്ക്ക് ശരിക്കും ഇങ്ങനൊരു അസുഖം ഉണ്ടെങ്കിൽ തന്നെ മമ്മൂക്ക ഇങ്ങനെ ആയിരിക്കും ആ ന്യൂസ് പുറത്തു വിടുക എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരു വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇയാൾ ആരോടൊക്കെയോ അന്വേഷിച്ച് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ന്യൂസ് പുറത്തു വിടുന്നതെന്നുള്ളത്. ഇയാൾ ആരെടുത്താണ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്? അങ്ങനെയാണെങ്കിൽ അയാളുടെ പേര് ഇദ്ദേഹം മെൻഷൻ ചെയ്യണ്ടേ? ഇനി ആളോട് സംസാരിച്ചു, ഇനി ആളാണ് ഈ ന്യൂസ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും വിശ്വസിക്കായിരുന്നു. ഇയാൾ ആരോട് അന്വേഷിച്ചു എന്നാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂക്ക റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഇദ്ദേഹത്തിനെ പോലുള്ള ഒരാളെടുത്ത് ഈ ഒരു ന്യൂസ് പറയുന്ന. ഇനി നമുക്ക് മമ്മൂക്ക ലാലേട്ടൻ ഒന്നിക്കുന്ന എന്താണ് മൂവിയുടെ പേര് MMNN, ആ ഒരു മൂവിയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരാളുടെ പോസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. മലയാള സിനിമയും ഓൺലൈൻ മാധ്യമങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ മലയാള സിനിമാ വ്യവസായത്തെ എങ്ങനെ തകർക്കാമെന്ന ഗവേഷണത്തിലാണ് യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാത്ത ചില ഓൺലൈൻ മാധ്യമങ്ങൾ. സിനിമ കലാസൃഷ്ടിയാണെങ്കിലും കോടികൾ മുടക്കുമുതലുള്ള ഒരു ബിസിനസ് കൂടിയാണ്. ഇപ്പോൾ ഇക്കൂട്ടർ പുതുതായി വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം നിർവഹിക്കുന്ന ആൻഡ്രോ ജോസഫ് നിർമ്മാണ കമ്പനിയുടെ ബിഗ് ബഡ്ജറ്റ് മൾട്ടി സ്റ്റാർ ചിത്രത്തെക്കുറിച്ചാണ്. വിദേശ രാജ്യങ്ങളിലെ ഷെഡ്യൂളുകളും ഡൽഹി ഷെഡ്യൂളുകളും പൂർത്തീകരിച്ച് മാർച്ച് അവസാനത്തോടെ ഷൂട്ട് പുനരാരംഭിക്കാനിരിക്കുന്ന ചിത്രം സാമ്പത്തിക പ്രതിസന്ധിയും നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും ചിത്രം ഇനി പുനരാരംഭിക്കുന്നില്ലെന്ന വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുമായി സഹകരിക്കുന്ന ചില നടന്മാരുടെ അസൗകര്യം മൂലം ഷെഡ്യൂളുകളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതൊഴിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയോ നിർമ്മാതാക്കൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ സിനിമയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സിനിമ വളരെ മനോഹരവും ലളിതവുമായ അതിന്റെ പണിപ്പുരയിലാണ്. മലയാളിക്കും മലയാള സിനിമ ഇൻഡസ്ട്രിക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ സിനിമ പൂർത്തിയാക്കി മുൻ തീരുമാനപ്രകാരം റിലീസ് ചെയ്യും. ഈ സിനിമയുടെ തുടരെയുള്ള വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത കാലാവസ്ഥയിലുള്ള ഷെഡ്യൂളുകൾ അഭിനേതാക്കളിൽ പലർക്കും മനുഷ്യ സഹജമായി ഉണ്ടാകാവുന്ന ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. അത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്കിക്കും ഉണ്ടായിട്ടുണ്ട്. അതിനെയും പൊടിപ്പും തൊങ്ങലും വെച്ച് ആ പ്രിയപ്പെട്ട നടനെ വേദനിപ്പിക്കും വിധം അസത്യങ്ങൾ നിറഞ്ഞ വാർത്തകൾ പടച്ചുവിടുന്നവരും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നവരെല്ലാം ആ നടനോടും മലയാളികളോടും ചെയ്യുന്ന പൊറുക്കാൻ കഴിയാത്ത ക്രൂരതയാണ്. സിനിമയെ ബാധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ശാരീരിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്ന സിനിമയ്ക്കെതിരെയുള്ള ഇത്തരം ക്യാമ്പയിനുകൾ ഇൻഡസ്ട്രിക്ക് തന്നെ അപകടമാണ്. ഇത്തരം നിരുത്തരവാദമായ വ്യാജ വാർത്തകൾ പ്രേക്ഷകർ അതിന്റെ അവജ്ഞതയോടെ തള്ളിക്കളയണമെന്ന് സിനിമയുടെ നിർമ്മാതാക്കൾ എന്ന നിലയിൽ പ്രിയ മലയാളികളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ഈ ഒരു പോസ്റ്റിലും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ അതുപോലെ തന്നെ പല്ലിശ്ശേരിയുടെ ഒരു വീഡിയോ കാണാനുണ്ടായിട്ടുണ്ടായിരുന്നു, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കും. മമ്മൂട്ടിക്ക് അസുഖങ്ങൾ ഉണ്ടാവും. 73 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനാണ്. രാവും പകലും നോൺ സ്റ്റോപ്പ് ആയിട്ട് അഭിനയം എന്നൊരു ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ പ്രായമായിട്ട് പോലും ചെറുപ്പക്കാരേക്കാൾ വെല്ലുന്ന രീതിയിൽ, ചെറുപ്പക്കാരെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ വളരെ കുറച്ച് സിനിമയിൽ അഭിനയിക്കുന്നുള്ളൂ. അതിനെ വെല്ലിട്ട് വെറും സിനിമ മാത്രമല്ല, വിവാദപരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അവസാനമായി സ്റ്റണ്ട് അതുപോലും ഡൂപ്പിടാതെ അഭിനയിച്ചുകൊണ്ട് അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്രമമില്ല, ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കില്ല. അതായത് ശരീര സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി ഇഷ്ടപ്പെട്ട ആഹാരം പോലും കഴിക്കില്ല. ഞങ്ങൾ പരിഹസിക്കാറുണ്ട്. ഫുഡ് കൊണ്ടുവരുമ്പോൾ പുല്ല് കൊണ്ടുവരും. പശുവിൻ്റെ വയറ്റത്തടിക്കില്ലേ മമ്മൂട്ടി നിങ്ങൾ ചെയ്യുന്നത്? പശു കഴിക്കേണ്ട പുല്ല് പോലും നിങ്ങൾ കഴിക്കുന്നു. അത്രയും ദുഷ്ടതരം ചെയ്യുന്നത് കളിയാക്കാറുണ്ട്. അതായത് പ്രകൃതി ചികിത്സ കൊണ്ട് ആഹാരം നിയന്ത്രിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന മമ്മൂട്ടിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ വന്നപ്പോൾ, ഞങ്ങളെന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല ചോദ്യം വന്നപ്പോൾ, ഞാൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഈ അവസരത്തിൽ വിളിക്കുന്നത് ശരിയല്ല. അപ്പം ഞങ്ങൾ വല്ലപ്പോഴും മെസ്സേജ് അയക്കുക, വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടു, മമ്മൂട്ടി താങ്കളെക്കുറിച്ച് ഇങ്ങനെ കുറേ വാർത്തകൾ പരന്നിട്ടുണ്ട്, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ, നിങ്ങൾ ട്രീറ്റ്മെൻറ്റിലാണോ എന്നൊക്കെ ചോദിച്ചിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, സത്യമാണ്. എന്ത് സത്യം? ഞാൻ ചോദിച്ച ചോദ്യം ട്രീറ്റ്മെൻറ്റിലാണോ എന്നുള്ളതാണ്. അപ്പം അതെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം സത്യമാണെന്ന് പറഞ്ഞത്. പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുപ്പമുള്ളവർ പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും മമ്മൂക്കയ്ക്ക് സംഭവിച്ചിട്ടില്ല. മമ്മൂക്കയുടെ ഇപ്പോൾ അവസ്ഥ എന്ന് വെച്ചാൽ കുറച്ച് വിശ്രമം വേണം, പിന്നെ ചില ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്.
ആ ചികിത്സ ഇന്ന അസുഖമാണെന്ന് തെളിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ നോമ്പിൻ്റെ സമയമാണെന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, മമ്മൂട്ടി ഇല്ലാതായി എന്ന് പറഞ്ഞ് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഏപ്രിൽ മാസത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഫഹദ് ഫാസിലും നയൻതാരയും കുഞ്ചാബോക്കൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സിനിമ അതിൻ്റെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങുകയാണ് ഏപ്രിൽ മാസം. അവിടെ മമ്മൂക്ക എന്തായാലും അഭിനയിക്കാനുണ്ടായിരിക്കും. മറ്റൊന്ന് ഏപ്രിൽ 10-ാം തീയതി ബസൂക്ക, മമ്മൂക്കയുടെ ഒരു പ്രസ്റ്റേജ് ചിത്രം എന്ന് പറയുമ്പോൾ ഇത് കലൂർ ഡെന്നിസിൻ്റെ മകൻ ഡിജോ ഡെന്നിസ് ചെയ്യുന്നൊരു പടമാണ്, എഴുതി സംവിധാനം ചെയ്യുന്ന പടം. അതിനെക്കുറിച്ചാണ് അദ്ദേഹം അവസാനം സംസാരിച്ചതെന്ന് ആലോചിക്കണം. വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ആ സിനിമ 10-ാം തീയതി റിലീസ് ചെയ്യും. ഇത് രണ്ടും ഏപ്രിൽ മാസം നടക്കുന്ന സംഭവങ്ങളാണെന്ന് ആലോചിക്കണം. അപ്പോൾ കേട്ടുകേൾവികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഈ സത്യം ഈ കേൾക്കുന്നതൊന്നും അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിതൊന്നും വിശ്വസിച്ചിട്ടില്ല. മമ്മൂട്ടി എനിക്ക് ഇട്ട പോസ്റ്റ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയ മഹാനായ ഈ കലാകാരൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അസുഖബാധിതന അല്ലാതെ രോഗത്ത് മുക്തിയായി തിരിച്ചു വരട്ടെ. അത് ഈ രാജ്യത്ത് നമുക്ക് അദ്ദേഹത്തെ പോലുള്ള ഒരാൾ, വലിയ മനുഷ്യൻ നമുക്ക് ആവശ്യമാണ്. മലയാള സിനിമയിലെ വലിയ ആൽമരമായി നിൽക്കുന്ന മമ്മൂട്ടിയുടെ തണല്, അഭിനയത്തിൻ്റെ തണല് ഈ രാജ്യത്ത് സിനിമാ പ്രേമികൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തെ കരിവാരി തേക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തകർക്കാനോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ന്യൂസ് മാത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇനി അദ്ദേഹത്തിന് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇനിയും ഒരുപാട് സിനിമകൾ അഭിനയിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും